അത് സിംഗിൾ ഫയർ ആണ്. സിംഗിൾ ഫയർ ഇതാണ്. വിളിക്കുന്ന ആളുടെ 3 വയസ്സ് മുന്നിലായിട്ട് ഒരാൾ വന്നു വന്നു, അയാളെ കവർ ചെയ്തുകൊണ്ട് എല്ലാവരും നിൽക്കുക. മനസ്സിലായി? ഇതാണ് സിംഗിൾ ഫയർ. അല്ലെങ്കിൽ ഞാൻ ഡ്രില്ല് പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ആദ്യത്തെ ഞങ്ങൾക്കുള്ള പാടാക്കാൻ വേണ്ടി എടുക്കുന്നതിനകത്ത് ഒരു ഡ്രില്ല് ഞങ്ങൾക്ക് ഈ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കൊരു സൗകര്യം ഉണ്ടാവുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ഫയർ പാള്. ഫയർ എന്ന് പറഞ്ഞാൽ മുന്നിൽ 2 പേര് വന്നു നിൽക്കും, അതിന്റെ പുറകിലോട്ട് ബാക്കിയാണ് കവർ ചെയ്യുന്നത്. ക്ലാസ്സിൽ ഫയർ പാള്. ഇപ്പൊ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി സൗണ്ട് കുറച്ച് പറഞ്ഞാൽ മതി അല്ലേ? പോരെ? ഈ രീതിയിൽ പാളിനാക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഇതും പറയാം. ഇനിയിപ്പോ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡ്രില്ല് എടുക്കുമ്പോൾ മാത്രം വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അവരെ ഒരു പരേഡൊക്കെ നടക്കുമ്പോൾ അവർ 3 ലൈനിലൊക്കെ നിന്നിട്ടാണ് ഉണ്ടാവുക. 3 അല്ലേ? അങ്ങനത്തെ സമയത്താണ് ഇവരെ 3s പാടുണ്ടാവുക. 3s പാടുണ്ടാവുക. അപ്പോൾ സിംഗിൾ ഫയല് 3s പാടും. ഇപ്പം ഇവർ ഓരോ ലൈനിലും ഇപ്പൊ 1, 2, 3, 4 ആളുണ്ട്. ഇതിനകത്ത് 4 ആളില്ല, 3 ആളേ ഉള്ളൂ. ഇപ്പുറത്ത് 3 ആളേ ഉള്ളൂ. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ബ്ലാങ്ക് ഫയൽ എന്ന് പറയുന്നത്. അവിടെ ബ്ലാങ്ക് ആണ്, ആ ഫയൽ ബ്ലാങ്ക് ആണ്. മനസ്സിലായില്ലേ? ഈ ഫയലിലും ഒരു ബ്ലാങ്ക് ഉണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ അവിടെ ഉള്ള ഒരാൾ അതിപ്പുറത്ത് ഈ ഫ്രണ്ടിൽ വന്ന് വെക്കണം. ആ ഉള്ളിലാണ് ബ്ലാങ്ക് കൊടുക്കുക. പിന്നെ എവിടെയെങ്കിലും ബ്ലാങ്ക് ഉണ്ടാവും. ഫ്രണ്ടിൽ എഴുതുന്ന ബ്ലാങ്ക് കൊടുക്കുക, പുറകിലുള്ള ആൾക്കാർക്ക് ബ്ലാങ്ക് കൊടുക്കുക. സിംഗിൾ ഫയൽ 3 മൂന്നെണ്ണായില്ലേ? ഇത് 3s പറയെടുക്കുന്ന കുറച്ച് രീതികൾ. ബ്രേക്ക് ഓഫ്. ഇനി ക്ലാസ്സിൽ സിംഗിൾ റാങ്ക് പാടുന്നത്. സിംഗിൾ റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വരി, ഒരു ലൈനിൽ ഇങ്ങനെ നിരയും വരിയുമില്ലേ? ഇപ്പൊ നിന്നത് എന്താണ്? വരി. ഇതാണ് വരിയായി അല്ലെ? വരി. അടുത്തത് നിര, പിന്നെ റാങ്ക്. ക്ലാസ്സിൽ സിംഗിൾ റാങ്ക് പാടുന്നത്. സിംഗിൾ റാങ്ക്. മൂന്നാമത്തെ ആളുടെ ചിഹ്നം കാണുന്നുണ്ടോ? അതിന് ചിഹ്നം കാണുന്നില്ല. എത്തി നോക്കാൻ പറഞ്ഞു. ഇങ്ങനെയല്ല, അതാണ് വിട്ടുവിടുന്ന. അങ്ങനെ ഡ്രില്ല് പഠിപ്പിക്കേണ്ടത് അവരിഷ്ടം പോലെ ഇങ്ങനെ ഇങ്ങനെയല്ല കേട്ടാ. അങ്ങനെ ഒരു അലസ മൂവ്മെന്റേ ഇല്ല ഡ്രില്ലില്. ഇതാണ് സിംഗിൾ റാങ്ക്. സിംഗിൾ റാങ്ക്. അപ്പോൾ ഒരു നിരയിൽ വന്ന് ഫാളിനാണ്. അതായത് ഒരാൾ ഫാളിനായി, അയാളുടെ ഇടതുവശത്തേക്ക് ഫാളിനായി, ഫാളിനായി. അതാണ് ഇത് 2 റാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരും ഒന്ന് ഫാളിനാവും, അതിന്റെ ഇടതുവശത്തേക്ക് തന്നെ ഫാളിനാവും. ഓക്കെ, ഇത് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, ബ്രേക്ക് ഓഫ്. സാധാരണ ചെയ്യുന്നതിന് ഇരട്ടി വേഗതയിൽ എന്താ സ്പീഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് 1, 2, 3, 4, 5 ഫ്രണ്ടിൽ 5 ആൾ നിൽക്കാനുണ്ട്, പുറകിൽ 4 ആളേ ഉള്ളൂ, 9 ആളേ ഉള്ളൂ എന്ന് കൂട്ടിക്കോ. അങ്ങനെ വരുന്ന അവസരത്തിൽ ഇവിടെ നമ്മൾ ഒഴിച്ചു വിടാം. മനസ്സിലായോ? ഒഴിച്ചു വിട്ടില്ല. ഇപ്പൊ നേരത്തേനേക്കാൾ എനിക്ക് അത്രത്തോളം ശബ്ദം എടുത്തൊന്നും പറയേണ്ട. ഇവിടുന്ന് എല്ലാവരെയും കണ്ടുകൊണ്ട് പറയാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ അങ്ങനത്തോളം എനിക്ക് കണ്ണെത്തണമെന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഡ്രില്ലും പരേഡൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം പഠിപ്പിക്കുമ്പോൾ സിംഗിൾ റാങ്ക് തന്നെ ചെയ്യണം. ആദ്യം പഠിപ്പിക്കുമ്പം സിംഗിൾ റാങ്ക് തന്നെ ആയിട്ട് നിർത്തിയിട്ട് അത്രയും ദൂരത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയി നിൽക്കണം. നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ സിംഗിൾ റാങ്കിലാക്കി ഞാനിവിടെ ഒന്ന് എനിക്ക് കുറച്ചാലേ കാണുള്ളൂ. അപ്പോൾ സിംഗിൾ റാങ്കിലാക്കി നിന്നാൽ ഞാൻ അത്രയും ദൂരം അവിടെ പോയി നിൽക്കണം. എത്ര ദൂരം നിൽക്കേണ്ടി വരും? ഏകദേശം ഈ സ്ട്രെങ്ത് എത്ര പേരുണ്ട്? 10 പേരാണ് ഉള്ളതെങ്കിൽ ആ 10 + 3 അല്ലേ, 13 സ്റ്റെപ്പ് എങ്കിലും ദൂരെ പോയി നിൽക്കണം ഞാൻ. എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും കാണാൻ വേണ്ടി. എന്നിട്ട് വേണം പറഞ്ഞു കൊടുക്കാം. ഇവിടെ ബ്ലാങ്ക് ഉണ്ട്, 2 ബ്ലാങ്ക് ഉണ്ട്. ആ ബ്ലാങ്ക് ഇവിടെ വെച്ചോണ്ട് ഇതേപോലെ ഓക്കെ. സ്റ്റാൻഡേർഡ്. ഇനി ഇവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ പിന്നെ ബാക്കി മൊബൈൽ നമ്മൾ പരേഡ് എന്തിനാ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അത് വലിയ ഘടകമുണ്ട്. രണ്ടാമത് മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഒറ്റ കമാൻഡറിന് എല്ലാ കാര്യങ്ങളും എത്ര ടീമിന്. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ പോലീസുകാരെ സമയത്തോളം ഒരു വിസിൽ മതി, ഒറ്റ വിസിൽ മതി. അവരെല്ലാം ഒന്നാം നമുക്ക് കൊടുക്കേണ്ടത്. ഇതാണ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഗുണം. നമുക്കെന്ത് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി ഓക്കെ. പിന്നെ പരേഡ് ഡ്രില്ലുകൾ എടുക്കുന്നത് ആദ്യം അവർ വന്നവാട് പഠിപ്പിക്കുന്ന ഡ്രിൽ എന്ന് പറയുന്നത്, ആദ്യം വന്നവാട് പഠിപ്പിക്കുന്നത് സ്ക്വാഡ് വിത്ത് ഇന്റർവെൽ ഇൻ സിംഗിൾ റാങ്ക് ഫാൾ എന്ന് വിളിക്കുക. സിംഗിൾ റാങ്ക് ഫാൾ എന്ന് വിളിച്ചാൽ പോലെ എന്തിനായി വിത്ത് ഇന്റർവെൽ എന്നാണ് സംശയം ഉണ്ടാവേണ്ടതാണ്. സ്ക്വാഡ് വിത്ത് ഇന്റർവെൽ സിംഗിൾ റാങ്ക് ഫാൾ എന്നാണ് വിളിക്കുക. സിംഗിൾ റാങ്കിൽ വിളിക്കുന്നത് എല്ലാവർക്കും ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്.
അവരെ ഇൻസ്ട്രക്ടർക്കും കാണണം, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ മുന്നിൽ നിന്ന് കാണണം. അവർക്കും ബോധമാണ് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഉള്ളത്, ബാക്കിലല്ല, ഫ്രണ്ടിലാണുള്ളത്. ഫ്രണ്ട് റാങ്ക്, ഫ്രണ്ട് റണ്ണർ എന്നൊക്കെ വരില്ല. അപ്പോൾ ഫ്രണ്ട് റാങ്കിൽ നിൽക്കണം അവർ. അതിനുവേണ്ടി അവരെ നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിന് വിളിക്കുന്നത് സ്ക്വാഡ് വിത്ത് ഇൻട്രവൽ സിംഗിൾ റാങ്ക് ആളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പം വിത്ത് ഇൻട്രവൽ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ സിംഗിൾ റാങ്കിൽ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളിൽ നിന്നുള്ള അകലം ഒരു സിംഗിൾ റാങ്ക് എന്നാണ്. പക്ഷേ വിത്ത് ഇൻട്രവൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാനത് ഈ ഡിസ്റ്റൻസിലേക്ക്. ഇതാണ് വിത്ത്. അപ്പൊ ടേണിങ് ഇരിക്കുമ്പോൾ സല്യൂട്ട് പഠിപ്പിക്കുന്നതിനൊക്കെ ഈ കൈ ഡിസ്റ്റൻസ് അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് വിത്ത് ഇൻട്രവൽ എന്നാണ് വിളിക്കുക. അടുത്ത റപ്പിന് 2 മിനിറ്റ് സ്റ്റാർട്ട്. ഇനി ഒരാളും കൂടി അപ്പുറത്തുണ്ടെങ്കിൽ അതിനുശേഷം അയാളെ സാനിറ്റൈസ് ആവും. അതിനുശേഷം ഇങ്ങനെ 1 ബൈ 1 ആയി സാനിറ്റൈസ് ചെയ്യും. ഇങ്ങനെ വന്നു. ഇപ്പൊ സിംഗിൾ റാങ്കിൽ നിൽക്കുന്നെന്ന് കരുതുക, ഇങ്ങനെ തങ്ങത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവരെ ഇനി ഇവിടെ വന്നിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതാണ് അറ്റൻഷൻ. കോഡ് വിത്ത് ഇൻട്രവൽ സിംഗിൾ റാങ്ക് പാളം വിളിച്ചു, അതെന്താന്ന് പറഞ്ഞു കൊടുത്തു. ഇനി പഠിപ്പിക്കേണ്ടത് അറ്റൻഷൻ. ഇനി അതിന്റെ ഡ്രിൽ രൂപം മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ അറ്റൻഷന്റെ സംഗതികൾ വേണ്ടുന്ന നമ്മൾ മനസ്സിലാവും അല്ലെ. അതിന് ഡ്രിൽ രൂപം മാത്രമാണ് ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുമ്പോൾ ആ ഡ്രിൽ രൂപം വേണ്ട. നമ്മൾ ഈ പറഞ്ഞിടയ്ക്ക് ഇങ്ങനെ കേട്ട് വെക്കാൻ പറ്റൂല, അത് നേരെ നിവർന്ന് നിന്ന് അങ്ങനെ പഠിക്കണം. അപ്പൊ അവർ പറയാം, അങ്ങനെ ചെയ്യുമ്പം കാല് ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ നേരം നിൽക്കാൻ കഴിയില്ല, ഇങ്ങനെ ആടിക്കും. അതുകൊണ്ട് ഒരല്പം കാല് തുറന്ന് വെക്കാം. ആ തുറന്ന് വെക്കുന്നത് കാല് തുറന്നാൽ ആ ആംഗിളിന്റെ അടുത്തേക്ക്, ആംഗിളിന്റെ ആ വശം അത് 30 ഡിഗ്രിയാണ് ഉണ്ടാകേണ്ടത്. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 90 ഡിഗ്രി ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. മട്ടം കൊണ്ടുവന്ന് 90 ഉണ്ടാവും. അതിനെ 3 ഭാഗമാക്കി തിരിച്ചാൽ 30 ഉണ്ടാവും. അപ്പൊ ലേശം ഉണ്ടാവുമല്ലോ. നമ്മുടെ അത്യാവശ്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇത്ര ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവും. ഇത് എത്ര ഉണ്ടാവും? ഫീലങ്ങനെ ആയിരിക്കണം. അതിന് സ്റ്റഡിയായി നിൽക്കണം. ആ അറ്റൻഷനൊക്കെ കാര്യത്തിൽ ഉത്തരവിന് ശേഷം ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് മാത്രമേ അതിനുള്ള മറുപടി. പിന്നെ വേറെ ഒന്നുമില്ല, റെഡിയാണ്. ആർന്ന് പിന്നെ ടേൺ ചെയ്ത് ചവിട്ടി ചേർത്ത് മാർച്ച് ചെയ്ത് പോവാണ്. എന്താണ് പിറ്റേ പ്രവൃത്തി അതിന് വേണ്ടി. അതാണ്. അതിനകത്തൊക്കെ ഏതെങ്കിലും ലൂസാകുന്നുണ്ടെങ്കിൽ അയാൾ ആ പ്രവൃത്തി മര്യാദ ചെയ്യില്ല എന്നതിൻ്റെ അർത്ഥമുണ്ട്. അപ്പൊ അതാണ് ഇതിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നേരെ നോക്കി നോക്കുന്നത്. അവരുടെ കാലിലേക്ക് നോക്കിയിട്ടാണെന്ന് വെച്ചിട്ട് പിന്നെ നിർത്തുക അല്ല ചവിട്ടി ചേർത്തുകൊണ്ട് നേരെ നിർത്തുക അല്ലേ. ഇവിടെ കൊടുക്കും സ്കോഡ് അറ്റൻഷൻ. അടുത്ത കമാൻഡ് കൊടുക്കുന്നത് അതേക്കൊണ്ട് ജയിക്കാൻ വേണ്ടി. അതാണ് ബേർഡ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ബേർഡ് ഓഫ് കമാൻഡിന് 3 ഭാഗങ്ങളുണ്ട്. അത് ഒന്ന് അലർട്ട്നെസ് ആണ് ആദ്യം. അതാണ് സ്കോഡ് എന്ന് വിളിക്കുന്നത്. സ്കോഡ് അറ്റൻ എന്ന് പറയുമ്പോഴേക്ക് തന്നെ അതിന്റെ കോഷണറി വേർഡായി. എന്ന ബേർഡ് ഓഫ് കമാൻഡ് ഫിനിഷ് ചെയ്യുമ്പോഴേക്ക് സ്കോഡ് എന്ന് വിളിച്ചു. സ്കോഡ് അലർട്ട് ചെയ്തു. മൂവ് ടു ദ റൈറ്റ് ഇൻ 3 കോഷണറി റൈറ്റ്. അപ്പോ ആ 3 ഭാഗവും സെപ്പറേറ്ററിനെ വ്യക്തമായി കൊടുക്കണം അവർക്ക്. എന്താണ് സംഗതി പോലെ അങ്ങനെ പറയാൻ അക്ഷരസ്ഫുടതയോടെ സുവ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറയണം. എങ്കിൽ മാത്രമേ അതുപോലെ അതിന് ഒരു റിഥമുണ്ട്. ഒരു ബേർഡ് ഓഫ് കമാൻഡിന് റിഥമുണ്ട്. ആ റിഥം കിട്ടുന്നതോടുകൂടി തലച്ചോറിലേക്ക് നമ്മുടെ ചെവിയിലെ കൂടെ കിട്ടി തലച്ചോറിലെത്തിയാൽ തലച്ചോറിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ആവേഗങ്ങൾ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും ആ പ്രവൃത്തി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സമയം നമുക്ക് കൊടുക്കണം. അതോടെ എത്താനുള്ള സമയം കൊടുക്കണം. നമ്മൾ ബേർഡ് ഓഫ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബേർഡ് ഓഫ് കമാൻഡ് ചെവിയിലേക്കൂടെ നമ്മുടെ തലച്ചോറിലെത്തിയിട്ട് തലച്ചോറിൽ നിന്ന് അതിന്റെ പ്രവൃത്തി ചെയ്യാനുള്ള കമാൻഡ് നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും എത്തണം. കാലിലേക്ക് എത്തണം. ടേൺ ചെയ്യണമെങ്കിൽ, ചവിട്ടി കാല് കുത്തിക്കണമെങ്കിൽ അതിനുള്ള ടൈം നമ്മളെ ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് മൂവ് ടു റൈറ്റ് ഇൻ 3 റെഡി ആവണപ്പോഴേക്ക് അവർക്ക് റെഡി ആയി വരും. അതുകൊണ്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവില്ല. അങ്ങനെ അവിടെ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കാം, ഇവരെ സ്കോഡ് എന്ന് വിളിച്ചു. സ്കോഡ് എന്ന് വിളിക്കുമ്പോഴേക്കുള്ള ആ അലർട്ട്നെസ്, ആ ജാഗ്രതേന്റെ അകത്ത് ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന അവർ ആ സ്കോഡ് എന്ന് വിളിക്കുമ്പോൾ എത്രയും കുറഞ്ഞത് സാനിറ്റീസ് നമ്മൾ പഴയ പൊസിഷനിലേക്ക് തന്നെ കാല് പൊന്തിച്ച് ആ 12 ഇഞ്ചിലേക്ക് തന്നെ ചവിട്ടി ചേർത്താണ് ചവിട്ടിക്കാല് കൈ ഇതേ സമയം. ഇപ്പൊ കുട്ടികൾ ഇന്ന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാനിറ്റീസ് അറ്റൻഷൻ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്ന അറ്റൻഷൻ അങ്ങനെ ചെയ്തേക്കാം. അത് സ്റ്റാനിറ്റീസ് ഉണ്ടാകുമ്പോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അറ്റൻഷൻ കാരണം കാലിങ്ങനെ പൊക്കി ചവിടുന്ന നമ്മൾ കൈ വരുന്നത് കാണൂല, തിരിച്ചു പോകും. Stand at ease. 3 വാക്കാണ്.
സ്റ്റാൻഡ് അറ്റ് ഈസ് അല്ല, സ്റ്റാൻഡ് അറ്റ് ഈസ്. ഓക്കെ, സ്റ്റാൻഡ് അറ്റ് ഈസ്. ഞാൻ വലത്തോട് തിരിക്കാൻ വേണ്ടിയിട്ടാണ് കമാൻഡ് കൊടുക്കുന്നത്. Move to the right in place. ആ ചവിട്ടിക്കാൻ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഊട്ടി കാല് മടക്കി ചവിട്ടി എന്താ ചെയ്യേണ്ടത്? ആശുവേ ഉടനെ ഒറ്റയടിക്കൊന്നും പഠിക്കൂല. ആശുവർ പറഞ്ഞ് വീണ്ടും പഠിപ്പിക്കുക. നമുക്ക് ഇവിടെ നിന്നെടുക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും എൻ്റെ പിന്നെ ഹീലിലാണ്. ഞാൻ ഈ കാലിന്റെ ഹീലില്ലാതിരുന്നത്, ഈ കാലിന്റെ ടോയിലുമാണ്. ഇതിന് ഇങ്ങോട്ടുണ്ടാവുന്ന അറ്റൻഷനാണ്. മനസ്സിലായോ? തിരിച്ചു തന്നാൽ ആ രീതിയിൽ തിരിയുന്നത് അത് വെട്ടിത്തിരിയാണ്. അങ്ങോട്ട് ആ വീട് അങ്ങോട്ട് വെട്ടിത്തിരികയും ആ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ കമാൻഡ് അവസാനിക്കുന്നതോടും കൂടി തിരികെയും അടുത്തൊരു പോസ്റ്റ് ടൈം എല്ലാവരും ഒന്നിച്ച് വരണമല്ലോ. എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ ചെയ്താൽ പോരാ. അപ്പോൾ ഒന്നിച്ചൊരു ടൈമിന് കൊടുത്ത് കാല് പൊക്കി ഇതേപോലെ പൊക്കിയിട്ട് ഇത്രയും പോക്കണം. അപ്പൊ ഇതെന്തുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റി? ഇത്രയും പേരുകൾ നിൽക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് 4-5 പേര് ഇങ്ങനെ പൊക്കി. അത് ആറിലാണെന്ന് എൻ്റെ തലയിലുണ്ട്. ആ ചിത്രം കാണുന്നതിൻ്റെ തലയിലുണ്ട്. അതാണ് ഒരു ഇൻസ്ട്രക്ടറെ ക്വാളിറ്റി എന്ന് പറയുന്നത്. തെറ്റാര് ചെയ്യുന്നുണ്ട് അതെന്താ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇത് മൊത്തം കമാൻഡ് പറയുമ്പം അവർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാവും. അതിന് ഞാനിപ്പം പറയുന്ന ഒരു കമാൻഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യം, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്രയും കമാൻഡ് ഫുള്ളായിട്ട് ചെയ്യാൻ പാടില്ല. ബൈ നമ്പറിൽ പഠിപ്പിക്കണം. അതിപ്പോൾ ചെയ്യുന്ന കാര്യം സ്കോഡ് മൂവ് ടു റൈറ്റ് ഇൻ ബൈ നമ്പർ. ബൈ നമ്പർ ആദ്യം പഠിപ്പിക്കും. ആദ്യം ടേൺ ചെയ്യാൻ പഠിക്കും. ആക്റ്റീവ് ആദ്യം ഭംഗിയായി ടേൺ ചെയ്യാൻ പഠിപ്പിക്കുക. കമാൻഡ് ഫുള്ളായിട്ട് പ്രവർത്തിക്കുന്ന turning to the right by number 1. by number 2 എന്താ പ്രവൃത്തി? കാല് പൊക്കി ചവിട്ടി ചേർക്കണം അല്ലേ? എന്നാൽ ഇപ്പം ചവിട്ടി ചേർക്കണ്ട. ബൈ നമ്പർ 2 കാല് പൊക്കി മാറി മതി. ക്ലിയർ അല്ലേ? ബൈ നമ്പർ 2 പൊക്കി വെക്കാം. ഇങ്ങനെ നിർത്തി പഠിപ്പിക്കണം. ബൈ നമ്പർ 3 ഇങ്ങനെ പഠിപ്പിക്കണം. ബൈ നമ്പർ 2 അത് ശരിയായതിനു ശേഷം അത് വന്ന് ഇവരും ഇതുകൊണ്ട് ബൈ നമ്പറിൽ കേട്ടാ, ഇതും ബൈ നമ്പറിലുണ്ട്. ഇതാ കോഡ് അറ്റൻഷൻ ഇൻ ബൈ നമ്പർ. ബൈ നമ്പർ 1 ബൈ നമ്പർ 2 ഇങ്ങനെ പഠിപ്പിക്കണം. ഇത് ഇങ്ങനെ പഠിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് കളയും. പിന്നെ അടുത്ത് വേറെ കമാൻഡ് കിട്ടുന്ന ചവിട്ടിച്ചേർക്കും. അതുകൊണ്ട് തന്നെ ഇവരോട് കാല് ചവിട്ടി ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞ് ചവിട്ടി ചേർക്കണം. എങ്ങനെ അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ 1 പറയുമ്പോഴേക്ക് കാല് ചവിട്ടി ചേർക്കും. ഓരോന്നിനും 1 ഉണ്ട്. ഓരോന്നും നമ്മൾ ട്രാൻസിനും അങ്ങനെ ഉണ്ട്. അപ്പോൾ മാത്രം അതിന്റെ വെയിറ്റും ടൈമും എല്ലാം ക്ലിയർ ആവും. Move to the right in single file. എന്നുവെച്ചാൽ ഇപ്പൊ അവര് റാങ്കിലാണ് നിൽക്കുന്നത്. മൂവ് ടു റൈറ്റ് ഇൻ സിംഗിൾ ഫയൽ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ സിംഗിൾ ഫയലിലേക്കാവും. അപ്പൊ വലത്തോട്ട് സിംഗിൾ ഫയലിലേക്ക് തിരിയുക എന്നാണ് ഇവിടെ കമാൻഡ്. അതാണ് കോഷണറി എന്ന് പറയുന്ന സാധനം. മൂവ് ടു ദ റൈറ്റ് ഇൻ സിംഗിൾ ഫയൽ. അതാണ് ടൈം. ടോപ്പ് ബ്രേക്ക് ഹാക്ക്. അത് ടോപ്പ് ബ്രേക്ക് എന്നാണ്. ഫോളോ വിൽ അഡ്വാൻസ്. Left tap 1 2 3 1. Standard is good. Attention. Standard is right turn. Therefore, left turn. Left in breeze. Left turn. Right turn. Attention. Break off. നമുക്കൊരു മാർച്ചിങ് നോക്കാമല്ലോ അല്ലെ? ഈ മാർച്ച് എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ആവാനുള്ള സംഗതിയാണ് മാർച്ച്. ആ മാർച്ചിനകത്ത് 3 ടൈപ്പ് മാർച്ച്. ഒന്ന് സ്ലോ മാർച്ച്. നമ്മൾ സാധാരണഗതിയിൽ സെറിമോണിയൽ അവസരങ്ങളിൽ മാത്രം ചെയ്യുന്നതാണ് സ്ലോ മാർച്ച്. സെറിമോണിയൽ അവസരങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ദേശീയ പതാക കൊണ്ടുവരുന്നുണ്ട്. ദേശീയ പതാക കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ദേശീയ പതാകയേക്കാൾ വലിയൊരു സാധനം നമുക്ക് ഇന്ത്യയിലൊന്നും ഇല്ല, കൊണ്ടുവരാനില്ല.
അത് വളരെ ആഘോഷമായിട്ട് വരിക. അത് സ്ലോ മാർച്ച് ചെയ്ത് വരിക. അതായത് ബ്ലാക്ക് ഇങ്ങനെ പിന്നെ കമ്പനി ഉള്ളതാണെങ്കിൽ അതിങ്ങനെ പിടിച്ചിട്ട് അത് ഇങ്ങനെ സ്ലോ മാർച്ച് ചെയ്താൽ വരിക. സ്ലോ മാർച്ചിൽ വരിക. അത് നിവർത്തിയിട്ടാണുള്ളതെങ്കിൽ 4 ആൾ ചേർന്ന് നിവർത്തി പിടിച്ചിട്ട് അത് കൊണ്ടു. അത് സ്ലോ മാർച്ച് ചെയ്താൽ 4 പേര് സ്ലോ മാർച്ച് ആയിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഡെഡ് ബോഡി, ഒരു ഏറ്റവും മണ്ണത്തരം അടങ്ങിക്കുന്ന ഒരു സാധനം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്. ആ ബോഡി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സ്ലോ മാർച്ചിലാണ് പോകുന്നത്. DP ഇൻസ്പെക്ഷൻ സ്ലോ മാർച്ചിലാണ് പോകും. അങ്ങനെ സെറിമോണിയൽ അവസരങ്ങളിൽ മാത്രം ചെയ്യുന്നതാണ് സ്ലോ മാർച്ച്. സ്ലോ മാർച്ച് 1 മിനിറ്റിൽ 60 സ്റ്റെപ്പാണ് വെക്കുക. ക്വിക്ക് മാർച്ച് 1 മിനിറ്റിൽ 120 സ്റ്റെപ്പാണ്. ഓർക്കാൻ എളുപ്പമുണ്ട്. 60ന്റെ നേരെ ഇരട്ടിയാണ് അല്ലേ. അടുത്തത് ഡബിൾ മാർച്ചാണ്. ഡബിൾ മാർച്ച്. ക്വിക്ക് മാർച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്നത് ക്വിക്ക് മാർച്ച്. ഡബിൾ മാർച്ച് എന്ന് പറഞ്ഞാൽ ഓട്ടമാണ്. ഓട്ടം. ആ ഓട്ടം എന്ന് പറയുന്നത് 180 സ്റ്റെപ്പാണ്. 170 മുതൽ 80 വരെ എന്നാ പറയുന്നത്. നേരത്തെ 60ന്റെ ഇരട്ടിയായിരുന്നു 120. പക്ഷെ 120 ഡബിളിലേക്ക് വരുമ്പം 180 ഉള്ളൂ. ഡബിൾ ആകുന്നില്ല. പക്ഷെ നമ്മൾ ഡബിൾ മാർച്ച് എന്നാ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പിൽ 30 ഇഞ്ച് ദൂരമാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കാലെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 30 ഇഞ്ച് ഉണ്ടാകുന്നതാണ്. എൻ്റെ ഹീൽ ടു ഹീൽ 30 ഇഞ്ച് ഉണ്ടാകും. അങ്ങനെ വരുമ്പം ക്വിക്ക് മാർച്ചിൽ നമ്മൾ നടക്കുന്ന 120 സ്റ്റെപ്പ് ഇൻറ്റു 30 എത്രയുണ്ടാവും? 3600. ഓർക്കുന്ന സ്ലോ മാർച്ചിൽ 60 സ്റ്റെപ്പ്, ക്വിക്ക് മാർച്ചിൽ 120 സ്റ്റെപ്പ്. അത് ഡബിളിലേക്ക് വരുമ്പം അത് കവർ ചെയ്യുന്ന ദൂരം ഡബിൾ ആവും. അതാണ് ഡബിളിന് ഓർഡർ. സ്ക്വാഡ് വിൽ അഡ്വാൻസ് ബൈ ദ റൈറ്റ്. ഇതാണ് സ്ക്വാഡ്. ആ സ്ക്വാഡ് അത്രയും പറഞ്ഞു. അടുത്തവർക്ക് കോഷണറിയാണ് കൊടുക്കുന്നത്. സ്ക്വാഡ് വിൽ അഡ്വാൻസ് ബൈ ദ റൈറ്റ്. അതായത് മുന്നോട്ടേക്ക് വലതുവശത്തേക്ക് ഡ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് നിൽക്കുന്ന ആളെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രസ് ചെയ്തുകൊണ്ട് തെറ്റിന് ഒരാൾ ഇറക്കി വരാൻ പാടില്ല. ബൈ ദ റൈറ്റ്. ക്വിക്ക് മാർച്ച് അതാണ് കമാൻഡ്. സ്ക്വാഡ് വിൽ അഡ്വാൻസ് ബൈ ദ റൈറ്റ്. ഹേ മാർച്ച്. ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ഹോൾഡ് ഹോൾഡ്. സ്ക്വാഡ് വിൽ റിട്ടയർ. റിട്ടയർ ഇങ്ങോട്ട് ഞാൻ തിരിച്ച് പുറകിലോട്ട്. അത് റിട്ടയർ. അങ്ങോട്ടേക്ക് അഡ്വാൻസ് ആയിരുന്നു. ഇനി ഇവിടുത്തെ കമാൻഡ് ഇത് ആദ്യം നടക്കാൻ വേണ്ടി കുട്ടികൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കമാൻഡ് അവരോട് പറഞ്ഞു കൊടുക്കാണ് വീണ്ടും. അടുത്തത് സ്ക്വാഡ് വിൽ അഡ്വാൻസ് ബൈ റൈറ്റ്. ക്വിക്ക് മാർച്ച് ബൈ നമ്പർ 1. അവരോട് പറഞ്ഞു കൊടുക്കാൻ. സ്ക്വാഡ് വിൽ അഡ്വാൻസ് ബൈ റൈറ്റ്. ക്വിക്ക് മാർച്ച് ബൈ നമ്പർ 1. ബൈ നമ്പർ 1. ഇനി നമ്മൾ പതുക്കെ 1 2 എന്നുള്ളത് ലെഫ്റ്റിലേക്ക് വേണം. ഞാൻ ലെഫ്റ്റ് വാച്ച് ചെയ്യുമ്പോൾ 1 ചെയ്യണം. 1 വെക്കണം. ഇങ്ങനെ പഠിപ്പിച്ച് പിന്നെ ക്വിക്ക് മാർച്ച് നടത്താൻ ഷോൾഡർ നമ്മുടെ സാധാരണ ഷോൾഡർ ലെവൽ വെച്ചാണ്. അത് ഓരോ മാർച്ച് നമ്മൾ കണ്ടിജന്റ് മാർച്ച്, പ്ലറ്റൂൺ മാർച്ച് ഉണ്ട്. അപ്പൊ അതിന്റെ ഷോക്ക് അനുസരിച്ചിട്ടാണ് ആക്ച്വലി പരേഡിൽ മാർച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഹിപ്പ് ലെവൽ ഇത്ര വരെ കൈവശം. പക്ഷെ അതൊരു ഷോ ഉണ്ടാവില്ല. അത് ഇത്രേ ഉള്ളൂ. ഹിപ്പ് ലെവലിൽ മാത്രം കൈവശം. എന്നാൽ അതൊരു ഷോ ഉണ്ടാവില്ല. ഇത് ഒരു ഷോയും കൂടിയാണ് നമ്മുടെ പരേഡ് എന്നുള്ളതുകൊണ്ട്. അതെ 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 അതെ. ഇത് ഷോർട്ട് ലെവലിൽ മുന്നോട്ട് എന്നാൽ അത് നമ്മൾ ബോക്സ് ടൈപ്പ് ആയിട്ട് വന്നത്. ഇപ്പൊ ബോക്സ് ടൈപ്പ് പിന്നെ RD പരേഡിന് ഡൽഹിയിലൊക്കെ പരേഡ് ചെയ്യുന്നുണ്ടല്ലോ. അത് ബോക്സ് ടൈപ്പാണ്. കണ്ടിജന്റ് മാർച്ച് എന്ന് പറയും. അത് ഏകദേശം ഇല്ല. മൈൻ നമ്പർ പഠിപ്പിക്കേണ്ടത് എല്ലാം മൈൻ നമ്പർ പഠിപ്പിക്കണം. എത്രമാത്രം മൈൻ നമ്പർ നമ്മൾ മുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ അത്രയും നന്നാവും. കേരള പോലീസിനെ സല്യൂട്ട് ചെയ്യുന്നത് മുഴുവൻ തരുന്ന കൈ ഇങ്ങനെ എടുത്തിട്ട് ഇത്ര വരെ കൊണ്ടു ഇതേപോലെ തന്നെ സല്യൂട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സല്യൂട്ടിനകത്ത് എപ്പോഴും ഉള്ളൊരു സംഗതി, അതിനകത്തൊരു ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് പ്രോസസ് ഉണ്ട് എന്നുള്ളതാണ്. സല്യൂട്ട് സ്വീകരിക്കേണ്ടുന്ന ഒരാൾ അയാൾ എപ്പോഴും സല്യൂട്ട് സ്വീകരിക്കാൻ ബാധ്യസ്ഥനും ബാക്കി എല്ലാവരും ഇയാൾ ഇങ്ങനെ പോലെ സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ മനസ്സിലാക്കാൻ അങ്ങനെയില്ല. സല്യൂട്ട് ആർക്കൊക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ടോ, ആരൊക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ അതേപോലെ സല്യൂട്ട് തിരിച്ചു കൊടുക്കണം എന്നാണ്. അങ്ങനെ റൂൾ. ആന്തരികമായ ഒരു ബഹുമാനത്തിന്റെ ബാഹ്യമായ ഒരു പ്രകടനമാണ് സല്യൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ കുട്ടികളോട് ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നു അല്ലെ. ആന്തരികമായ ബഹുമാനം അവരിൽ ഉണ്ടാവുകയും അത് കൃത്യമായിട്ട് പ്രകടമാക്കുകയും ചെയ്യണം. അപ്പൊ ആന്തരികമായ ബഹുമാനത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് സല്യൂട്ട് എന്നാണ് പറയുന്നത്. ആ സല്യൂട്ട് തിരിച്ചു കൊടുക്കണം. ആ ബഹുമാനം തിരിച്ചു കൊടുക്കണം. അപ്പൊ സല്യൂട്ട് കാണുന്നതിനും കാണുന്ന മറ്റൊരാളിനും ഇയാളോട് മതിപ്പുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സല്യൂട്ടിന്റെ ഡ്രില്ല് പ്രോപ്പറായിട്ട് ചെയ്യണം. അതിനകത്ത് ആ റെസ്പെക്ട് കൃത്യമായിട്ടുണ്ടാകണം. അയാൾ എനിക്ക് സല്യൂട്ട് അതുപോലെ തിരിച്ചു തന്നില്ല എന്നുള്ളത് നമ്മുടെ കുറ്റമല്ല, മറിച്ചത് മറ്റയാളുടെ കുറ്റമാണ്.
അതുകൊണ്ട് അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടുന്ന വർക്ക് കൃത്യമായിട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ തൊപ്പി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് സല്യൂട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെ ടർബൻ എന്ന്. അതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, തൊപ്പിയോ ടർബനോ നമുക്കുണ്ടെങ്കിൽ മാത്രമേ സല്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ. അതാണ് ഞാൻ തൊപ്പി രുചിച്ചിട്ടുള്ളത്. ഈ സമയത്ത് എന്റെ സീനിയർ ഓഫീസർ വരുന്നുണ്ട്, ഞാൻ ഉടനെ നോക്കുന്നത് എന്റെ തൊപ്പിയായിരിക്കും. അപ്പൊ എന്റെ തൊപ്പി എന്റെ കയ്യെത്തും ദൂരത്തിലുള്ള ആടുകളുണ്ടെങ്കിൽ ഞാൻ സല്യൂട്ട് ചെയ്യില്ല. പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഞാൻ അറ്റൻസ് ആവുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ തലയിൽ തൊപ്പി അല്ലെങ്കിൽ ടർബൻ ഉണ്ടെങ്കിൽ മാത്രമേ സല്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ. ആ തൊപ്പി യൂണിഫോമിന്റെ ഭാഗമായിട്ടുള്ള തൊപ്പിയായിരിക്കണമെന്നില്ല. പിന്നെയോ നമ്മൾ സാധാരണ ക്രിക്കറ്റിന്റെ വേഷം ഉണ്ടല്ലോ, വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു ക്രിക്കറ്റിന്റെ തൊപ്പി ഉണ്ടല്ലോ, അതാണുള്ളതിന് ആ തൊപ്പി ഉണ്ടായാലും മതി സല്യൂട്ട് ചെയ്യാം. അപ്പൊ സല്യൂട്ട് ചെയ്യണമെങ്കിൽ തൊപ്പി ഉണ്ടാകണം എന്നേ ഉള്ളൂ എന്നർത്ഥം. തൊപ്പി ഇല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യേണ്ടതില്ല. നമ്മൾ ബാക്കി എല്ലാ യൂണിഫോമും ഉണ്ട്, എന്നാൽ തൊപ്പി ഇല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യേണ്ടതില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. തൊപ്പി ഉണ്ടാവണം, സല്യൂട്ട് ചെയ്യണം, തൊപ്പി ഉണ്ടാവണം. അത് കൃത്യമായിട്ട് നമ്മൾ ഉറപ്പ് വെക്കണം. അപ്പൊ തൊപ്പി ഇല്ല എങ്കിൽ നമ്മൾ അറ്റൻസ് ആവുക. അപ്പൊ അറ്റൻസ് ആയി കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പറയാനുണ്ടെങ്കിൽ തുടർന്ന് ഡ്രില്ലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ഫ്രണ്ട് സല്യൂട്ട് മെസ്സേജ് സല്യൂട്ടൊക്കെ നമ്മൾ പഠിപ്പിക്കും. ഇവിടുന്ന് ഫ്രണ്ട് സല്യൂട്ട് ചെയ്യുന്ന ഇതാണ്. അപ്പൊ ഇത് ഒരു ഓഫീസറുടെ അടുത്തേക്ക് പോയിട്ട് അയാളോടൊരു കാര്യം പറയാൻ വേണ്ടി പോകുന്നതോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് ഒരു കാര്യം പറയാൻ വേണ്ടി ഇദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം അദ്ദേഹത്തെ അവിടെ പോയിട്ട് ചെയ്യുന്നതോ ആയ രീതി, അതാണ് സല്യൂട്ട് ആയ ചെയ്യുന്ന രീതി. Salute to the front. God, good. One, two, three, one. One, two, three, one. One, two, three, one. അതായത് അവിടെ പോയി സല്യൂട്ട് ചെയ്തു, കാര്യം പറഞ്ഞു, അടുത്ത സല്യൂട്ട് ചെയ്തു, തിരിച്ചു വരാനുള്ള പെർമിഷൻ വേണ്ടി അടുത്ത സല്യൂട്ട് ചെയ്തു, അത് മേടിച്ചു, തിരിച്ചു വന്നു. അവിടെ എത്തിയത് ഹോൾട്ട് ചെയ്തു. അവിടെ എത്തിയ പാടെ സല്യൂട്ട് ചെയ്യാം. അവിടെ എത്തിയവിടെ സല്യൂട്ട് ചെയ്യാം. ഇനി ഇരുന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയും. എന്താണ് വന്നത്, കാര്യം എന്താണെന്ന്, വിളിപ്പിച്ചത്, അങ്ങോട്ട് പറയേണ്ടത് ഇവിടുന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞു, ഓക്കെ, ദെൻ അടുത്ത സല്യൂട്ട്. ഇതാണ് സല്യൂട്ടിന്റെ രീതി. മനസ്സിലായോ? ഇതൊരു എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ആണുള്ളത് നോക്കിക്കോ. വേറൊരു സമ്മാനം കൊടുക്കും, സ്റ്റേജിൽ ഒരു സമ്മാനം കൊടുക്കും, ആ സമ്മാനം വാങ്ങാൻ കരുതാണ്. അതല്ലെങ്കിൽ നമ്മൾ ലീവ് വെക്കേഷൻ കൊണ്ട് കൊടുക്കാൻ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൊടുക്കാൻ പോകും. അതിനെയാണ് മെസ്സേജ് സല്യൂട്ട് എന്ന് പറയാം. എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്ത മെസ്സേജ് സല്യൂട്ട്. ഇടയ്ക്ക് പ്രൈസ് വാങ്ങിക്കാൻ പോകുന്ന രീതി ഉണ്ടല്ലോ, നമ്മളെ എസ്പിക്കാർക്ക് പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന രീതി, അതാണ് സല്യൂട്ട് വിത്ത് മെസ്സേജ്. വൺ പേസ് ഫോർവേഡ് ചെയ്തു. പിന്നെ ഇരുന്ന് സല്യൂട്ട് മെസ്സേജ് കൊടുക്കുക വാങ്ങുകയോ ചെയ്തു. One page back. Salute ചെയ്തു. വ്യത്യാസം എന്താണെന്ന് വെച്ചാല് നമ്മൾ അവിടെ പോയി ഹോൾട്ട് ചെയ്തു, ദെൻ സല്യൂട്ട് ചെയ്തു, കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും സല്യൂട്ട് ചെയ്തു, തിരിച്ചുപോയി. അതായിരുന്നു ആദ്യത്തെ ഫ്രണ്ട് സല്യൂട്ട്. മെസ്സേജ് സല്യൂട്ട് ചെയ്തതിന് ശേഷം വൺ പേജ് ഫോർവേഡ്. അവിടെ നിന്ന് സല്യൂട്ട് ആ മെസ്സേജ് കൊടുക്കുക, സമ്മാനം കൊടുക്കുക, വാങ്ങുകയും ചെയ്യണം. ചിലപ്പോൾ ഇയാൾക്ക് മെഡൽ കിട്ടാനായിരിക്കും. അവിടുന്ന് വൺ പേജ് ഫോർവേഡ് ചെയ്ത് അവിടുന്ന് അയാളുടെ മെഡൽ അവിടെ കുട്ടികളോട് കുത്തി കൊടുക്കും. ദെൻ വൺ പേജ് ബാക്ക്. അതിനുശേഷം വീണ്ടും സല്യൂട്ട് ചെയ്യാം, തിരിച്ചു പോകാം. ഇതാണ് മെസ്സേജ് സല്യൂട്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന റൈറ്റ് സല്യൂട്ട്, ലെഫ്റ്റ് സല്യൂട്ട് എല്ലാം ഉണ്ട്. അതിപ്പം നമുക്ക് ഈ സമയം എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. യൂണിഫോം ധരിച്ചിട്ടില്ല, നിങ്ങൾക്ക് തൊപ്പിയില്ല എങ്കിൽ നമ്മൾ ഇതേപോലെ അവിടെ പോയി വന്ന് ഹാൾട്ട് ചെയ്തൊരാൾ അറ്റൻസ് ആയാൽ മതി. ഈ അറ്റൻസ് ആയിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ബ്രീഫ് നമ്മൾ ഇത്രയും നേരം സ്റ്റെഡിനെസ് നിൽക്കാൻ കഴിയില്ല. അവർ എപ്പോൾ ലൂസായിട്ടുണ്ടാവും സംസാരിക്കുമ്പോൾ. തിരിച്ചു വരാൻ നേരത്ത് വീണ്ടും ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ഈ കൈ വിട്ടിറക്കുന്ന ഇങ്ങനെ ബാക്കോട്ടല്ലാക്കിയിട്ട് കാലൊന്ന് റേസ് ചെയ്യുന്നതൊക്കെ കാണാം. അങ്ങനെയൊന്നും സല്യൂട്ടിനകത്തില്ല. അത് ഞാൻ വീണ്ടും തിരിച്ചു പോകുമ്പം ഞാൻ സ്റ്റഡി ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹീൽ റേസ് ചെയ്യുന്നത്. ഡ്രില്ലിനകത്ത് അങ്ങനെയില്ല. നമ്മളൊന്ന് സ്റ്റഡി ആയാൽ മതി, ആണ് സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഇത്രയുള്ളതായിട്ട് വരുന്നത്. പല ടൈപ്പ് സല്യൂട്ടുകളുണ്ട്. നമ്മുടെ പോലീസിന്റെ സല്യൂട്ട് കൈ നിവർത്തി ഇതേപോലെ തന്നെ വെച്ചുകൊണ്ടാണ്. തൊപ്പിന്റെ ഫ്ലാപ്പിന് മുന്നിലായിട്ടുണ്ടാവും. രണ്ട് കണ്ണിൽ കൂടിയും ആളെ കാണണം. ആർക്കാണോ സല്യൂട്ട് ചെയ്യുന്ന അയാളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് സല്യൂട്ട് ചെയ്യണമെന്നാണ്. മെസ്സേജ് സല്യൂട്ട് ആണെങ്കിൽ അതിന് ശേഷം വൺ പേജ് ഫോർവേഡ് മെസ്സേജ് കൊടുക്കുകയോ വാങ്ങുമോ എന്താ വെച്ചാൽ അതാണ് വൺ പേജ് ബാക്ക് സല്യൂട്ട് ചെയ്ത് തിരിച്ചു പോകണം. തൊപ്പിയോ ടർബനോ ഇല്ല എങ്കിൽ അറ്റൻസ് ആയാൽ മാത്രം മതി. അവിടുന്ന് വൺ പേജ് ഫോർവേഡ് ചെയ്ത് സാധനം വാങ്ങിക്കേണ്ടതിൽ വാങ്ങിച്ചു, വൺ പേജ് ബാക്ക് തിരിച്ച് ഇതുപോലെ ചെയ്തു, തിരിഞ്ഞ് പോയാൽ മതി. ഇതാണ് സല്യൂട്ടിന്റെ കാര്യം. തൊപ്പി ഇല്ലാതെ സല്യൂട്ട് ചെയ്യാൻ പാടില്ല. കാലിന്റെ മൂവ്മെന്റ് നമ്മൾ സാധാരണ നടക്കുന്നുണ്ടല്ലോ, അത് സ്റ്റഡി മാർക്കുന്നതാണ്. സ്റ്റഡി മാർക്കുന്ന കാല് നമ്മൾ ഇവിടെ എടുത്താൽ പിന്നെ ആദ്യം ഭൂമിയിൽ പതിയുന്ന ഹീൽ മാർക്കാണ്. ഹീലായിരിക്കും. അവിടെ നിന്ന് ഹീല് വെച്ചിട്ട് മുട്ട് മടക്കാതെ
അത് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ഹുക്ക് അങ്ങനെയില്ല. നമ്മൾ ഈ നിന്നത് നേരെ മുന്നോട്ട്. അപ്പൊ ഈ മുന്നോട്ടേക്ക് ഇപ്പൊ ഇങ്ങനെ കാല് പൊക്കൊന്നിട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ, ഇത് രണ്ട് കാൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെയില്ല. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുത്താം. കണ്ണൂർ സിറ്റിയുടെ പേരിൽ KT4 ഇന്ന് നമുക്കായി വന്ന രാധാകൃഷ്ണൻ സാറിനും ജിതേന്ദ്ര സാറിനും അനൂപ് സാറിനും SPC കണ്ണൂർ സിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുള്ളൂ.